ഡെൻഡ്രോബിയം ഓർക്കിഡ് വളർത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അന്നേരം അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതിനകത്ത് നമ്മൾ ഓർക്കിഡിൻ്റെ പരിപാലനം എന്ന നിലയ്ക്ക് ആദ്യമായി എവിടെ നിന്ന് ഒരു ഓർക്കിഡ് മേടിച്ചാലും നമ്മൾ ചെയ്യേണ്ടത് വീട്ടിൽ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ അതിനെ ഒന്ന് ഓർക്കിഡിൻ്റെ ഒരു ഫംഗിസൈഡിൽ മുക്കിയെടുക്കുക എന്നുള്ളതാണ്. നല്ല ഒരു ഫംഗിസൈഡ് എടുക്കുക. അത് ഇൻഡോഫില്ലം 45 നല്ലൊരു ഫംഗിസൈഡാണ്. അതിനകത്ത് ഒരു 4 ഗ്രാം മുതൽ 8 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിലിട്ട് നല്ലപോലെ കലക്കിയതിന് ശേഷം പ്ലാന്റിനൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം വേണം വീട്ടിനകത്തോട്ട് കയറ്റാനായിട്ട്. അതിനുശേഷം വേണം പ്ലാന്റ് വെറും കരിക്കട്ട പൊടിച്ചതിനകത്ത് പ്ലാന്റ് ചെയ്യുക. വളമൊന്നും അന്നേരം കൊടുക്കാൻ പാടില്ല. വെച്ച് ഒരു വേരൊന്ന് പിടിക്കാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ലൈറ്റായിട്ട്, അതായത് ചാണക വെള്ളത്തിൻ്റെ തെളി എടുത്ത്, അതായത് എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ച ചാണകവെള്ളം ലൈറ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 10 ദിവസത്തിന് ശേഷമായിട്ട് നമ്മൾ 1 ഔൺസ് തേങ്ങാ വെള്ളം സ്വല്പം വെള്ളത്തിലിട്ട് വെച്ചേക്കുക, വെള്ളത്തിലൊഴിച്ച് വെച്ചേക്കുക, കലക്കി വെച്ചേക്കുക. ഒരു 72 മണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് നൈട്രജൻ ഫോം ആവും. അതിനകത്ത് നല്ലപോലെ എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് തന്നെ വീണ്ടും എടുത്ത് നല്ലപോലെ കലക്കിയിട്ട് ഇതേപോലുള്ള തൈകൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും. നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം വാട്ടർ മോളിക്യൂൾസ് ആണ് അബ്സോർബ് ചെയ്ത് ഓർക്കിഡ്സ് നിൽക്കുന്നത്. മലവാഴിയുടെയൊക്കെ ഒരു ഫാമിലി ആയിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള വളങ്ങൾ എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ കടലപ്പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്ക്, ചാണകം ഉണ്ടാക്കുന്ന രീതിയൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കാണാത്തവർ നേരത്തെയുള്ള വീഡിയോ കണ്ട് നോക്കുക. അതേപോലെ അത് എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് അതിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് ചെറിയ വാടയൊക്കെ ഉണ്ട്, പുഴുക്കളൊക്കെ കാണും. അത് ഏറ്റവും നല്ലതാണ്. ഓർക്കിഡ് ആന്തൂര്യത്തിനൊക്കെ ഏറ്റവും നല്ല സാധനമാണ് കടലപ്പിണ്ണാക്ക്, വേപ്പിണ്ണാക്ക്, ചാണകം മിക്സ് ചെയ്തത്. അത് എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് ലൈറ്റായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ മഗ്ഗിന് കോരി കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ഇലയിൽ നമുക്ക് 19 അതേപോലെ തന്നെ ഗ്രീൻ കെയറിൻ്റെ പൂക്കാൻ വേണ്ടിയിട്ടുള്ളത് അതും ഇതിൻ്റെ കൂടെ മാറിയും തിരിഞ്ഞും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റിനകത്ത് നല്ല ഹെൽത്ത് ആയിരിക്കും, നല്ല കാണാൻ നല്ല കാഴ്ചയ്ക്ക് നല്ല ഇമ്പമായിരിക്കും. അതേപോലെ തന്നെ പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരിക്കും. നല്ല പൂക്കൾക്കൊക്കെ നല്ല ക്വാളിറ്റി ആയിരിക്കും. പിന്നെ വരുന്ന പൂ ഇങ്ങനെ എന്താ പറയുക, ഒരു മഞ്ഞളിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഫംഗസിൻ്റെ ആക്രമണം കൊണ്ടും അതേപോലെ തന്നെ ചെറിയ പൂക്കളുടെ ഞെട്ടുകളിലെല്ലാം ഒരു സുഷിരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രാണി, അതായത് ഏതെങ്കിലും ഒരു കീടങ്ങളുടെ അറ്റാക്ക് മൂലം ആയിരിക്കും. അന്നേരം അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ ഇടയ്ക്ക് മാസത്തിലൊരിക്കൽ നല്ലപോലെ ഒരു ഇൻസെക്ടിസൈഡ് ഏതെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അന്നേരം ഒരു പരിധി വരെ നമുക്ക്, ഒരു പരിധിയല്ല 90% നമുക്ക് ഓർക്കിഡിനെ നന്നാക്കിയെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു മാവോ അല്ലെങ്കിൽ ഒരു തടിപ്പീസോ അല്ലെന്നുണ്ടെങ്കിൽ തെങ്ങോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ടിനകത്ത് വെച്ച് ഓർക്കിഡിനെ കെട്ടി നിർത്താനായിട്ട് സാധിക്കും. അത് നല്ല ഇഴക്കയറിട്ട് നല്ലപോലെ കറക്കി കെട്ടി, ഇതിനെപ്പറ്റിയൊക്കെ ഉള്ള വീഡിയോകൾ നമ്മൾ 350ഓളം വീഡിയോ ആയിട്ട് നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിനകത്തെല്ലാം കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുണ്ടാക്കുന്ന രീതികളും കാര്യങ്ങളും എല്ലാം കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ തൈകൾ ഇപ്പം വന്നിട്ടുണ്ട്. ഓർക്കിഡിൻ്റെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും തൈ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ 100 രൂപ നിരക്കിൽ തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇപ്പോൾ ഒരു പ്ലാന്റ്, ഒരു 3-4 ഒക്കെ പ്ലാന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഡിഫറെൻറ്റ് വെറൈറ്റീസ് അതിനകത്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്. പുറത്തുനിന്ന് വരുന്ന പ്ലാന്റാണ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസിലുള്ള പ്ലാന്റാണ്. ഇതിനെ തെങ്ങും തടിയിലൊക്കെ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ ഈ പറഞ്ഞതുപോലെ വളർത്തിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതേപോലെ തന്നെ വെയിൽ, ഓവറായിട്ട് വെയിൽ വേണ്ട, എന്നാൽ ചെറിയ ഒരു വെയിൽ അടിക്കുകയും വേണം. ആ ഒരു രീതിയിലുള്ള കാർപോർച്ചിൻ്റെ സൈഡിലും ഒക്കെ നമുക്ക് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. ചെറിയ വെയിൽ കൊള്ളണം. ചെറിയ വെയിൽ കൊണ്ടെങ്കിൽ മാത്രമേ ഓർക്കിഡ് നന്നായിട്ട് ഫ്ലവർ ചെയ്ത് കിട്ടത്തുള്ളൂ. അന്നേരം അതും കൂടെ ഒന്ന് ഓർക്കുക. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അന്നേരം മറക്കണ്ട, ഈ കാണുന്ന വാട്സപ്പ് നമ്പർ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് നിങ്ങളുടെ അഡ്രസ്സ്, വിളിച്ചാൽ കിട്ടുന്ന നമ്പർ, പിൻ നമ്പർ എല്ലാം, ഫോൺ നമ്പർ എല്ലാം കൊടുക്കുക. അതുപോലെ തന്നെ മിക്കവാറും സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പ്രത്യേകം എൻ്റെ ഒരു ക്ഷമാപണമുണ്ട്. കാര്യം ഒരുപാട് മെസ്സേജുകൾ വരുമ്പോഴത്തേക്ക് അതിനകത്ത് എപ്പോഴും അത് ഒരു മെസ്സേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് അടുത്തൊരു മെസ്സേജ് വരുമ്പോൾ ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല. അന്നേരം ഇടയ്ക്ക് ഞങ്ങളെ അറിയിക്കുക, ഒരു ഹായ് എങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അത് കാണാനായിട്ട് സാധിക്കും. കാര്യം സ്റ്റാഫിന് അത് കാണാനായിട്ട് നിങ്ങളൊരു സപ്പോർട്ടും കൂടെ വേണം. അന്നേരം ഇടയ്ക്ക് ഒരു ഹായ് ഇടയ്ക്ക് ഇടുക. അഥവാ മെസ്സേജ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഹായും കൂടി ഇടുക. അന്നേരം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും റിപ്ലൈ തന്നിരിക്കും. അന്നേരം താങ്ക് യു.